വാക്ക് പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ തോന്നുന്നു ദൂരെ വരും. അതവരെ ഹനുമാനെ സന്തോഷത്തോടെ നോക്കിയിരുന്ന സീതയുടെ മുഖമാണ്. സീതയുടെ ചിന്തമായി സീത ഹനുമാനെ വിതച്ചു. ഇവർ വിദ്യാർത്ഥിയാക്കുന്നു. രാമഭക്തനായ ഹനുമാൻ, രാമഭക്തനായ ഹനുമാൻ രാമനോട് വലിയ ആളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരാളായിരുന്നു. ആ സീത ഹനുമാനെ സീത വിതച്ചുകൊണ്ടിട്ട് പറഞ്ഞു, അങ്ങനെ ഇവരെ കൊല്ലുകയാണ് വേണ്ടി വിചാരിച്ചിരിക്കാത്ത മറ്റു പലതും രാമഭക്തനായ ഹനുമാൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിരിക്കാത്ത പലതും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഈ സ്ത്രീകളെ ചുറ്റിരിക്കുന്നത് നിസ്സഹായനും നിഷ്കളങ്കരുമാണ്. അവർ അവരുടെ രാജാവ് പറഞ്ഞ ഉത്തരവാദിത്വത്തെ, അവരുടെ രാജാവ് പറഞ്ഞ ഉത്തരക്കടമയെ, എന്താണോ ആ ഉത്തരവ് അത് അതുപോലെ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും രാജാവിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഉത്സാഹരായ നിരാലംബകളായ ഈ നിഷ്കളങ്കരായ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് നല്ലത് എന്ന് ഇത് തിരിച്ചു പറയുന്നു. നമുക്ക് എത്ര മഹത്തായ ഒരു ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ഭാവനയുടെ സങ്കല്പത്തിന്റെ ഒക്കെ ഒരു അടയാളമാണ് സീതയുടെ മനസ്സ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നമ്മളെ സീത പറഞ്ഞുകൊണ്ട് വെറുതെ പഴയ പോകുമ്പോൾ നോക്കുന്നത് ശരിയായെങ്കിൽ ഉടനെ തിരിഞ്ഞു വന്നിട്ട് അവർ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോകുന്ന കാലത്താണ് എന്നെ നടന്നുകൊണ്ട് വന്ന് ചുറ്റി വീഴുന്നത് എന്റെ ഭർത്താവിനെ ഉപകരിക്കപ്പെടാനും ഒരു പഴുത് പറഞ്ഞുകൊണ്ട് ലോകിക മാത്രമേ ലോകത്ത് അതിന് ഫലമില്ലാതെ ചുമ ഫലമില്ലാതെ ജീവിക്കുന്നത് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴും ഇവ ദിനരാത്രങ്ങൾ ലോകത്തിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തി പീഡിപ്പിച്ചപ്പോഴും ആ തന്നെ പീഡിപ്പിച്ചവരുടെ വാക്കുകൾ വായിൽ നിന്ന് വീണ നാവിൽ നിന്ന് വീണ വാക്കുകൾ വെച്ചിട്ട് മനസ്സും ശരീരവും തളർന്നപ്പോഴും അവരെ നേരെ വിധത്തിലാണ് നീ ആളല്ല എന്ന് അന്ന് ഏറ്റവും വിശ്വസ്തനോട് പറയുന്നു. ഏറ്റവും വിശ്വസ്തനോടോ ഏറ്റവും പ്രധാനം ഏറ്റവും വിശ്വസ്തനായ ആളോട് പറയാൻ സീത തയ്യാറായി എന്നത് സീതയുടെ മഹത്തായ പ്രതീകം. സീതാസാഹിബം അതുകൊണ്ടാണ് രാമായണത്തെ ചിലതെല്ലാം വിശേഷിപ്പിക്കുന്നത്, എഴുതുന്നതാണ്. സീതയുടെ സീതയുടെ സീതാരാമി എന്നൊക്കെ പറയുന്നത്. സീതയിലേക്ക് രാമനില്ല എന്നൊക്കെ രീതിയിൽ അറിയുന്നത് സീതാറാമെന്നാണ്. നമ്മൾ രാമരാമായണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരേന്ത്യയിലേക്കാണ് സീതാറാം എന്നാണ് പറയുന്നത്. രാമനായകമൊക്കെ അത്തരത്തിൽ സീതയെ ഒരുപാട് പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിൽ വായിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുള്ളതോ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഒരുപാട് അനുഭവങ്ങളെ നമ്മുടെ ചുറ്റും നിന്ന് കണ്ടെത്താനും അതിൽ അനുസരിച്ച് ജീവിതം ജീവിക്കാൻ പ്രേരിപ്പിച്ചു എന്നതാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും രാമായണവും മഹാഭാരതവും ഇതിഹാസ കാവ്യങ്ങളായി ഇങ്ങനെ നിലകൊള്ളുന്നത്. അത് കേൾക്കാൻ നമുക്ക് രസം തോന്നുന്നത്, അതിനകത്ത് കപടൽ പറഞ്ഞാൽ ചെയ്യാവുന്നത്, അതിനെ ഓരോ കഥയോടും വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ചേർത്ത് വായിക്കുന്നു. രാമായണത്തിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല. അതുകൊണ്ടാണ് കവിയോട് രാമരാജനാമം രചിക്കാൻ കഴിഞ്ഞത്. അത് പ്രാർത്ഥനയായിരുന്നു. അവർ ഹിന്ദുവായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച കവിയതാപ്പായിരുന്നു. അദ്ദേഹം ഗലിയിലെ ഓരോ സ്ഥലത്തെയും കാശിയിലെ ഗലികളിൽ ചേരികളിൽ ചെന്നിരുന്ന് അവിടെ നെയ്ത്ത് നടത്തുന്നവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് രാമസഭയിലെ പാടും. ആ രാമകഥകൾ കേട്ടാണ് അവിടുത്തെ കാശിയിലെ ഓരോ പ്രഭാതങ്ങൾ ഉണർന്നതും ഓരോ കടലുകൾ അസ്തമിച്ചു പോയി. അങ്ങനെ ഒരുപാട് അവരോട് ഞാനിതൊക്കെ പറഞ്ഞു പോകുന്നില്ല. രാമായണം അങ്ങനെ ഒരു പുസ്തകം എന്ന നിലയിൽ ഒരു ദിവസം വായിച്ചതുകൊണ്ടോ ഒരു പുസ്തകം എന്ന നിലയിൽ അങ്ങനെ ദീർഘമായി ചിന്തിച്ചത് കൊണ്ടോ മാത്രം ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഒന്നായിരുന്നില്ല. അതിങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലെ കുടുംബബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, പ്രത്യേകമുള്ള ഇടപെടലുകൾ ഇതെല്ലാം പഠിപ്പിക്കുകയാണ്. രാമായണത്തിന്റെ ഇന്ന് പുതിയ കാലത്ത് നോക്കുമ്പോൾ രാമന്റെ അനുയായിയായ സേവകനായ ഒരു മനുഷ്യൻ ചെയ്യാവുന്ന ഒരു ദ്രോഹത്തെ, ഒരു മുതലാളിയുടെ അല്ലെങ്കിൽ തന്റെ ഭൃത്യന്റെ എടുത്തുചാട്ടത്തെ എത്ര കൃത്യമായി അദ്ദേഹം മാറ്റിവെച്ചു നോക്കൂ. ഭൃത്യന്മാർ ചെയ്തു വരുന്നത് എന്തെല്ലാം അപകടങ്ങളായിരുന്നു. ഇത്രയും മഹാനായ ഒരു ചിത്രകാരനുണ്ടായിരുന്നു. ആ ചിത്രകാരനെ ഒരു ദിവസം രഘോജിയുടെ കൊട്ടാരത്തിലേക്ക് വ്യാജരാജസ്വാമിയെ ഒരു ദിവസം രാമനെ വിളിച്ചു വരുത്താൻ വേണ്ടി രഘോജി ആളെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുകയും ബാക്കി സമയം രാമകുമാരനൊക്കെ ചെയ്യുന്ന പ്രകാശനായ ഒരു സംഗീതത്തിനായിരുന്നു വ്യാജരാജസ്വാമികൾ. അദ്ദേഹം പറഞ്ഞ എന്താണ് സ്വർണ്ണത്തിന്റെ